ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞുതരാം. സിമ്പിൾ ഇൻ ദ സെൻസ്, നമുക്ക് ഈ മടിയൊക്കെ ഉണ്ടാകുന്ന ദിവസങ്ങളുണ്ടാവുമല്ലോ, എണീക്കണമല്ലോ, ഫുഡ് ഉണ്ടാക്കണമല്ലോ, അങ്ങനെ തോന്നുന്ന ചില ദിവസങ്ങളുണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കാണിച്ചു തരാം. യെസ്, നമ്മൾ ഉണ്ടാക്കണത് ഇന്ന് പുട്ടും മുട്ടക്കറിയുമാണ്. ഓക്കെ, പുട്ട് സാധാരണ നമ്മൾ ഇങ്ങനെയാണ്, പുട്ടും പാനിയിലിട്ടാണല്ലോ പുട്ടുണ്ടാക്കണം. പക്ഷെ ഇന്ന് ഞാനൊരു വെറൈറ്റി പുട്ട് കാണിച്ചു തരാം. നമുക്ക് ആവിത്തട്ടിൽ സ്റ്റീമറിൽ വെച്ചിട്ട് നമുക്ക് പുട്ടുണ്ടാക്കുന്ന കാണിച്ചു തരാം. സാധാ യൂഷ്വലി എങ്ങനെയാണ് പുട്ട് കുഴയ്ക്കുന്നത് അതുപോലെ ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് കുഴച്ച് മിക്സാക്കി വെക്കുക. അതിന് ശേഷം ആവിൻ്റെ തട്ടുണ്ടാവുമല്ലോ, സ്റ്റീമർ, അതിലേക്ക് ഈ പുട്ടുപൊടി വെതറി കൊടുക്കാം. പുട്ടുപൊടി വെതറി അതിന് മുകളിലേക്ക് ഗ്രേറ്റഡ് കോക്കനട്ട്, അതായത് തേങ്ങയും കൂടെ, അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്, നന്നായിട്ട് തേങ്ങ ഇഷ്ടമുള്ളവർക്ക് നല്ലോണം ഇടാം. അപ്പോൾ അത് ആവശ്യത്തിന് തേങ്ങയും കൂടെ ഇട്ട് നല്ലോണം തിളച്ച്, ഓൾറെഡി വെള്ളം തിളപ്പിക്കാൻ വെക്കുക, അല്ലെങ്കിൽ തിളച്ച് വരണമെന്നില്ല, ചൂടായാലും മതി. അതിലേക്ക് സ്റ്റീമറും കൂടെ എടുത്ത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് പോലും വേണ്ട, അപ്പോഴത്തേക്കും നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ പെട്ടെന്നായി കിട്ടും. നല്ല പുട്ട്, ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമില്ല. അതുമല്ല, ഇങ്ങനെ ഉണ്ടാക്കുക വെച്ചാൽ നമുക്ക് പിന്നെ എപ്പോഴും പുട്ട് ബാക്കി ഉണ്ടെങ്കിൽ നമുക്കതിൽ ഇനിയും ആ തട്ടിൽ തന്നെ വെച്ചാൽ നമുക്ക് ചൂടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് ബാക്കിയുള്ള പുട്ടിനെ കൊണ്ട് അപ്പം മുട്ടയോ അല്ലെങ്കിൽ പുട്ടും പുട്ടും എന്തെങ്കിലും ഗ്രേവി, ചിക്കനും എന്തെങ്കിലും മീറ്റിൻ്റെ ഒക്കെ ഗ്രേവി ഉണ്ടെങ്കിൽ പുട്ടും മിക്സൊക്കെ ഉണ്ടാക്കാൻ ഈസിയാണ് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ കേട്ടോ. അപ്പം ഞാൻ മടിയുള്ള ദിവസങ്ങളിൽ, എല്ലാ ദിവസവും ഇങ്ങനെയല്ല, എന്നാൽ ഇങ്ങനെയും ആക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ദിവസമാണ് ഇന്ന്. ആക്ച്വലി ഇന്ന് എണീക്കാനൊക്കെ കുറച്ച് ലേറ്റായി. അപ്പോൾ പുട്ടുണ്ട് അങ്ങനെ ആക്കുക, പെട്ടെന്ന് കാര്യം കഴിയും കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് വേഗം ഒരു തട്ടിക്കൂട്ട് മുട്ടക്കറിയും കൂടെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞുതരാം. ആദ്യം ഞാൻ മുട്ട ഒരു 4-5 മുട്ട നമുക്ക് കുക്കറിൽ ഒരു 3 വിസിലിൽ നന്നായിട്ട് വെന്ത് കിട്ടും. നല്ല ഹാർഡ് ബോയിലാവും. അത് നിങ്ങളുടെ ഇഷ്ടത്തിന്, ഹാർഡ് ബോയിൽ വേണോ മീഡിയം വേണോ എന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാനൊരു 3 വിസിലടിക്കും, നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ അങ്ങനെ ഓൾറെഡി ഒരു കുക്കറിൽ മുട്ട വേവിച്ച് വെക്കുക. ആ മുട്ട ആദ്യം എണ്ണ ഒന്ന് ചൂടായി അതിലേക്ക് കുറച്ച് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യാം. ഗരം മസാലയും പെപ്പറൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ അതൊന്നും ആഡ് ചെയ്യാറില്ല. ഞാൻ ജസ്റ്റ് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. ഡീപ്പ് ഫ്രൈ അല്ല, എന്നാലും ഒരു ഫ്രൈ, ഷാലോ ഫ്രൈ അല്ല, എന്നാലും നന്നായിട്ടൊരു ഫ്രൈ ചെയ്തെടുക്കും. 2 സൈഡ് നന്നായിട്ട് മുരിച്ചെടുത്തിട്ട് അതങ്ങ് മാറ്റി വെക്കുക. പിന്നെ അതിലേക്ക് നമ്മുടെ യൂഷ്വൽ പരിപാടീസ് തന്നെ. ആദ്യം കുറച്ച് പെരുംജീരകം ഞാൻ ആഡ് ചെയ്യും. പെരുംജീരകവും കുറച്ച് വെളുത്തുള്ളിയും പിന്നെ സവാളയും കൂടെ ഇട്ട് നന്നായി മൂപ്പിച്ചതിന് ശേഷം പിന്നെ ഉപ്പിട്ട് കറിവേപ്പിലയിട്ട് തക്കാളി, ആവശ്യത്തിനുള്ള ടൊമാറ്റോയും ആഡ് ചെയ്തിട്ട് നമുക്ക് വേണ്ട പൊടികളെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പൊടികളെല്ലാം ആഡ് ചെയ്യുക. ഞാൻ മെയിനായിട്ട് ഗരം മസാലയും ചിക്കൻ മസാലയും ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ച്. പിന്നെ മുളക് പൊടിയൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. അതും കൂടി ഇട്ട് നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ച് എഗ്ഗും കൂടി അതിലേക്ക് എടുത്തിട്ട് നമ്മുടെ ഈസി എഗ്ഗ് കറി റെഡിയായി. അതിനി ആറുന്നതിന് മുന്നേ തന്നെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇതെന്താ പുട്ട് ഇങ്ങനെയാണോ കഴിക്കണേ എന്ന് തോന്നും. പക്ഷേ ട്രസ്റ്റ് മീ, ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇത് ശരിക്കും ഈസിയാണ്, പെട്ടെന്ന് കാര്യം കഴിയും. അല്ലെങ്കിൽ നമ്മളൊരു 3-4 പുട്ട് വേണമെങ്കിൽ നമ്മളൊരു 2-3 തവണ ഉണ്ടാക്കണമല്ലോ. ഇതാകുമ്പോൾ നമുക്കൊരു 4-5 പുട്ട് ഒറ്റയടിക്ക് ഉണ്ടാക്കാം. അറ്റ് എ ടൈം നമുക്ക് കുറേ പുട്ട് കഴിക്കാം എന്നല്ല, ഉണ്ടാക്കാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. താങ്ക് യു. ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യും.